അപ്പം നമുക്ക് ഒരു കപ്പ പെരട്ട് കണ്ടാലോ കൂട്ടുകാരെ? ഒരു കപ്പ പെരട്ടും ഒരു മീൻകറിയും കണ്ടാലോ? അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ മഴയൊക്കെ ഒരിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേര മീനാണ് കേട്ടോ. ഇത് അപ്പോൾ കേര മീനാണ് ഇത്. അപ്പോൾ 1/2 കിലോ കേരയാണ്. 1/2 കിലോ കേര മീൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേര മീൻ കറിയും നമുക്ക് കപ്പ കൊത്തി വെക്കൂലേ, കപ്പ കൊത്തി ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിക്കും. കൊത്തി എന്ന് വെച്ചാൽ പുഴുക്കല്ല, കുഴയ്ക്കുന്നതുമല്ല, അല്ലാതെ ഒരു കപ്പ കൊത്തെന്ന് പറയും. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ്, അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. പിന്നെ മീൻകറി എങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് കപ്പ കൊത്തിൻ്റെ കൂടെ കേര മീൻകറിയും കൂടെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതൊന്ന് കാണാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. മഴയൊക്കെ കഴിഞ്ഞല്ലേ? മഴയൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ തോതിലൊക്കെ ഒരിടത്ത് ഇപ്പോഴും മഴയൊക്കെയാണ്. മഴയായാൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലാവസ്ഥയുടെ ഇതിൽ നിന്നും ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കേര മീനാണ് കേട്ടോ. കേര 1/2 കിലോ കേരയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടിച്ച് ഇപ്പോൾ പീസാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരയാണ്. കേര മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്നാണ്. അപ്പം മീൻ കറി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇത് വേണ്ടായോ, എന്തെങ്കിലും ഒരു നമുക്ക് കേര മീൻ കറിയുടെ കൂടെ, കേര എന്നല്ല മീൻ കറിയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും മലയാളികളുടെ ഒരു ഒരു മീൻ കറിയും കപ്പയെന്നാണ്. അപ്പം നമുക്ക് കപ്പയുണ്ട്, അത് കാണിക്കാം. അപ്പം നമ്മളിതേ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസമായ കപ്പയാണ്, ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഈ കപ്പ നമുക്ക് ഇന്ന് ഒരു കപ്പ വേവീരല്ല കേട്ടോ, കപ്പ കൊത്തെന്ന് പറയും. അപ്പം കപ്പ കൊത്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എനിക്കറിയുന്ന രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി, അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ കപ്പ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ. അപ്പം ഞാനിത് ആദ്യം തന്നെ മീനും കപ്പയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ. അപ്പം ഞാൻ മീനിന് വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പം മീനും കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി കഷ്ണം എല്ലാം വൃത്തിയാക്കി നല്ല ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് വേണ്ടത്, അപ്പം ഞാൻ നേരത്തെ തന്നെ ചട്ടിയും ചൂടാക്കി എണ്ണ ഒഴിച്ച് കേട്ടോ. അപ്പോൾ പെട്ടെന്നങ്ങ് നമുക്ക് കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം എനിക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നാൽ ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടുക് പൊട്ടിക്കോളൂ. എളുപ്പം കുറച്ച് കറിവേപ്പിലയും അപ്പം ഇതിന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് വേറെ പൊടികളൊക്കെ എടുത്ത് വെക്കാം അതിന് വേണ്ടിയിടാനുള്ള. അപ്പം സാധനങ്ങളൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് പൊടിയൊന്നും അളവൊന്നുമില്ല കേട്ടോ. എൻ്റെ ആ മീനിനനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. അല്ല ഇത്ര സ്പൂണ്
ഞാൻ എപ്പോഴും പറയുന്നതാണ് അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ആ സ്പൂൺ കണക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പൂൺ കണക്ക് ആരോടും അങ്ങനെ പറയാറുമില്ല. നമ്മുടെ പൊടിയെല്ലാം നല്ല മൂത്ത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞു തന്നെ. അപ്പോൾ ഇനി നമ്മുടെ ഇതെല്ലാം മൂത്ത് നമുക്കിനി ഈ പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിയാണേ, പുളി വെള്ളത്തിൽ ഇട്ടേക്കുന്ന പുളിയാണ്. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഉലുവാപ്പൊടി ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ നിങ്ങളെ കാണിച്ചില്ല. നമ്മളങ്ങനെ ഞാൻ അങ്ങനെ വെക്കുന്നതല്ല. അപ്പോൾ കപ്പ വെച്ചപ്പോൾ മീൻകറിയും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാവേ. കഷ്ണം ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കഷ്ണമെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ അടിതാത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ, അടച്ചു കൊടുക്കാവേ. ഓക്കെ, അപ്പം നമ്മൾ കപ്പ കൊത്തിയിട്ടിട്ടുണ്ടേ. കപ്പ കൊത്തി കഴുകി ഇട്ടേക്കുവാണ്. ഇനി ഇത് നമ്മൾ കഴുകേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്താൽ മതി വേവിക്കാനേ. അപ്പം ഇങ്ങനെ വേണം കപ്പ കൊത്തി വേവിക്കാൻ. ഇങ്ങനെ വേണം കൊത്താൻ കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണേ. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുവാണ്. വെള്ളം തിളയ്ക്കുമ്പോഴാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. വെള്ളം തിളച്ച് വെച്ച് വരട്ടെ. അപ്പം നമുക്ക് മീൻകറി ഒന്ന് തുറന്ന് നോക്കാവേ. നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ കപ്പ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാടങ്ങ് ചാറ് പറ്റണ്ട. അപ്പം ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരിച്ചിരി ഉലുവാപ്പൊടിയും ഒരു ശകലം പോലെ ഉലുവാപ്പൊടിയും ഇച്ചിരി കറിവേപ്പിലയും. എന്ത് മണമാണെന്നറിയാവോ? നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും നല്ല മണമൊന്നും വരത്തില്ല. നല്ല ഫ്രഷായിട്ടുള്ള കേര മീനാണേ. അപ്പം നമുക്ക് ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. നമ്മൾ കടുക് പൊട്ടിച്ചാണ് ഇട്ടത്, എന്നാലും ഒരു ഇറക്കാൻ നേരം ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ ആ കറിവേപ്പിലയും പച്ചക്കറിവേപ്പിലയും ഉലുവാപ്പൊടി എല്ലാം കൂടെ നല്ല മണമായിരിക്കും. ഇപ്പം തന്നെ തുറന്നപ്പോൾ നല്ല മണമാണ് കേട്ടോ. അല്ല, വായിൽ കൊതി ഊർന്ന മണമാണ്. ഇപ്പം തന്നെ എനിക്ക് കപ്പയും കൂട്ടി കഴിക്കാൻ തോന്നുന്നു. പക്ഷെ കപ്പ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കപ്പയും കൂടെ ആയിട്ട് കഴിക്കാം. അപ്പം അതാണ് കേര മീൻ കറി കേട്ടോ. അപ്പം അടച്ചു വെച്ച് കൊടുക്കാം, മണമൊന്നും പോവാതെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കയ്യിലൊന്നും വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. ചൂട് തിളച്ച വെള്ളമല്ലേ.
കപ്പ എല്ലാം ഇട്ട് കൊടുത്തേ. അപ്പം കപ്പ ഇട്ടപ്പോൾ തന്നെ തിള അങ്ങ് മാറിയല്ലോ. ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് കപ്പ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. നമ്മുടെ കപ്പ ഒന്ന് തുറന്ന് നോക്കാവേ. കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകാതെ നോക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാവേ. അപ്പം ഞാൻ കപ്പയ്ക്ക് അരയ്ക്കാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ചുമന്ന ഉള്ളി. അപ്പം നമ്മുടെ കപ്പയുടെ പ്രത്യേകതയാണ് ചുമന്നുള്ളി അരയ്ക്കുന്നത്. ആരും ചുമന്നുള്ളി അരയ്ക്കാറില്ലല്ലോ കപ്പയ്ക്ക്. ചുമന്ന മുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടെ നമുക്ക് കല്ലേ വെച്ച് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഒരുപാട് അരയരുത്, കല്ലേ വെച്ച് ഒന്ന് ചതക്കുകയേ ചെയ്യാവൂ കേട്ടോ. അല്ലാതെ ഒരുപാട് അങ്ങ് അരയണ്ട, ചതയ്ക്കണം, ഒന്ന് കുത്തി ചതയ്ക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പം എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഒറ്റ കൈ കൊണ്ടാണ്. അപ്പം നമുക്ക് കല്ലെല്ലാം നേരെ കഴുകിയിട്ട് പിന്നെ അതൊന്ന് ചതയ്ക്കാവേ. അപ്പം ഞാൻ കണ്ടോ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചതയ്ക്കണം, ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കണം. അപ്പം ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തു. ഇനി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടേ. പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചീനി ഞാൻ ഊറ്റി വെച്ച് കേട്ടോ. ചീനി ഇവിടെ ഒരുപാട് അങ്ങ് വെന്ത് പോവല്ലേ, ഒരുമാതിരി വേവാള്. ഇത് ഒരു ശകലം വെന്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ അപ്പച്ചന് അധികം വേവണം. അതുകൊണ്ട് ഞാൻ ഒരു ശകലം ഒന്ന് വേവിച്ചു. ഒരുപാട് വെന്ത് പോയാൽ നമുക്ക് കുഴഞ്ഞു പോകും. അപ്പോൾ ആ കുഴയാതെ കിട്ടാനാണ് നമ്മൾ ഒരുപാട് വേവിക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പം ചട്ടി ചൂടായി, നമുക്ക് ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. സ്റ്റീലായതുകൊണ്ട് തന്നെ നല്ല പുക വരുന്നുണ്ട്. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവേ. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചതും കൂടെ ഒന്നിട്ട് കൊടുക്കും. മൂത്തപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ ഒരു മണം ഉണ്ടല്ലോ, എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ ആ ഒരു മണം നമുക്ക് നല്ലതായിട്ട് വരും. ഒരുപാടങ്ങ് ഇതാകണ്ട, ഒന്ന് വാടിയേച്ചാൽ മതിയേ. ഒന്ന് വാടുക, ഒരുപാടങ്ങ് ഒന്ന് കരിപുരാന്നൊന്നും ആവണ്ട. നമ്മൾ കടുക് പൊട്ടിക്കണ പോലെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. എങ്കിലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വാടിക്കഴിഞ്ഞാൽ വേറൊരു രുചിയാവും. അപ്പം നമ്മുടെ ഇതെല്ലാം നല്ലതായിട്ട് വാടി കേട്ടോ. വാടിയപ്പോൾ തന്നെ നമുക്കൊരു സാധനം കൂടെ ഇതിലിട്ട് ഇട്ട് കൊടുക്കാവേ. അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കാം. അത് കപ്പയുടെ വെള്ള കളറൊന്ന് മാറി കിട്ടാനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ മഞ്ഞപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഒരു സാധനം ഇട്ട് കൊടുക്കാം. നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മുടെ ബീഫ് കറിയുടെ ഒക്കെ കൂടാണ് ഇത് ബെസ്റ്റ് കേട്ടോ. മീൻ കറിയുടെ കൂടെ നല്ലതാണ്, എന്നാൽ നമ്മുടെ ബീഫിൻ്റെയൊക്കെ കൂടാണ് ഒന്നുകൂടെ നല്ലത്. ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ഇപ്പം 2-3 പ്രാവശ്യം ആയി ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണിത്. ഒരു പ്രത്യേക നമുക്ക് അങ്ങനെ മടുക്കത്തില്ല. മറ്റേ വേവിക്കുന്ന കപ്പയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പൊക്കെ വരുവേ. ഇത് നമുക്കങ്ങനെ മടുപ്പ് വരത്തില്ല. നല്ല ഒന്നേലൊന്നേൽ തൊടാതെ കിടക്കുന്നുണ്ട്, അങ്ങനെ മടുപ്പൊന്നും വരില്ല. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഇളക്കി സെറ്റാക്കട്ടെ. അപ്പം നമ്മുടെ കപ്പ എല്ലാം ഒന്നേൽ തൊടാതെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. സൂപ്പറാണ് കേട്ടോ, നല്ല കളർഫുള്ളാണ്, നല്ല ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. നമ്മുടെ കപ്പയൊക്കെ റെഡിയായി. നമുക്ക് അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ റെഡിയായി, നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും കേട്ടോ. നല്ല സൂപ്പറാണ്. ഇത് കള്ളത്തരമല്ല പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ മീൻകറി എന്താണെന്ന് നോക്കട്ടെ. അപ്പം നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓ ആ അപ്പം നമ്മുടെ അപ്പച്ചൻ കപ്പയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ച ഉടനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് ചെന്ന് ചോദിച്ചാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇച്ചിരി കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം എന്നെ വിളിക്കുവാണ്, കൊണ്ടുവരാൻ പറയുന്നു. അപ്പം നമുക്ക് മീൻകറി വിളമ്പാം. നമുക്ക് മീൻകറി അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ അടിക്കണേ. ഒന്ന് ലൈക്ക് അടിക്കണേ. എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ. അപ്പം വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരിക്കൽ കൂടി ടാറ്റ, ബൈ ബൈ. ഓക്കെ, സി യു. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഞാനിവിടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.